കഴിഞ്ഞ റമദാനിൽ നമ്മോടുകൂടെ നോമ്പിന്റെ വിഷയങ്ങളിലും ആത്മീയ മജ്ലിസുകളിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ഇടപെട്ട പല ആളുകളും ഈ റമദാനായപ്പോഴേക്ക് നമ്മിലില്ല. അവര് ഖബറിൽ വിശ്രമിക്കുകയാണ്. അടുത്ത റമദാനാകുമ്പോഴേക്ക്, അതല്ല ഈ റമദാൻ തന്നെ പൂർത്തിയാകുമ്പോഴേക്ക്, നാളെ ഈ സമയമാകുമ്പോഴേക്ക് നാം ഇതുപോലെ ഹയാത്തിൽ ആഫിയത്തിലുണ്ടോ പറയാൻ പറ്റില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാഹു പിന്തിപ്പിക്കൂല. റമദാനിലെ ഒരു സെക്കൻഡും നഷ്ടപ്പെടുത്താതെ ആഖിറം സമ്പാദിക്കാൻ ഷഹാദത്ത്, ധാരാളം ഷഹാദത്ത് പറയാം. തങ്ങൾ പറഞ്ഞു ഫസ്തക്സിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ. 4 കാര്യം ഈ മാസത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അത് അടിമകളിൽ നിന്ന് ഉടമയായ റബ്ബിന് വലിയ തൃപ്തിയാണെന്ന് പറഞ്ഞ ഒന്നാമത്തെ വിഷയം ഷഹാദത്തു വല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്ത് പറയലാണ്, ഇസ്തിഗ്ഫാർ പറയലാണ്, സ്വർഗം ചോദിക്കലാണ്, നരകത്തിൽ നിന്ന് മോചനം ആവശ്യപ്പെടലാണ്. ആ ദിക്ർ ദുആയാണ് നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റ് സമയങ്ങളിലും. റമദാൻ മാസപ്പിറവി ദൃശ്യമായത് മുതൽ ശവ്വാൽ മാസപ്പിറവി അറിയുന്നത് വരെ വിശ്വാസി ജനങ്ങൾ വർദ്ധിപ്പിച്ചു ചൊല്ലുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഒരു തെറ്റും ചെയ്യാത്ത, തെറ്റിന്റെ ബാബ് ചിന്തിക്കുക പോലും ചെയ്യാത്ത, അല്ലാഹുവിൽ നിന്ന് വലിയ ഇസ്മത്തുള്ള റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മർറ. ഞാൻ ഓരോ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊണ്ട് അല്ലാഹു വലിയ ആദരവ് നൽകിയ, അതെ, അന അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫഇൻ വ അവ്വലു മൻ യുഹദ്ദികു ഹൽഖൽ ജന്ന. ആദ്യമായി ശുപാർശ പറയുന്നത് ഞാനാണ്, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് എനിക്കാണ്. എന്റെ കൈകൊണ്ടാണ് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് വല ഫഖറ, അതെ, അഭിമാനം പറയല്ല, ഫഖർ പറയല്ല. വഅമ്മാ ബിനിഅമത്തി റബ്ബിക വഹദ്ദിദ് എന്ന നിലക്ക് റബ്ബിന്റെ നിഅമത്ത് എടുത്തു പറയുകയാണ്. അന സയ്യിദു ഉൽദി ആദം വ ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ. ആദം നബി മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കളും എന്റെ കൊടിക്ക് കീഴിലാണെന്ന് അധികാരം പറയാൻ അല്ലാഹു അവസരം നൽകിയ, അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവർ, അക്മലുൽ ഖൽഖ് അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാത്രിയിൽ നീണ്ട ഖിയാമുൽ ലൈൽ നടത്തി നിന്ന് നിസ്കരിച്ച് അവിടത്തെ ശറഫാക്കപ്പെട്ട കാലിൽ ചോര കെട്ടി നീര് കെട്ടി വീർത്ത് വല്ലാതെ ഞെരുങ്ങി ദീർഘമായ നിസ്കാരം നിന്ന് നിർവഹിക്കുന്നത് കണ്ടപ്പോൾ തങ്ങളിങ്ങനെ അവിടത്തെ ശരീരത്തെ ഇത്രയും പ്രയാസപ്പെടുത്തേണ്ടതുണ്ടോ? മഹദി ആയിഷ റളിയല്ലാഹു അൻഹായുടെ ചോദ്യം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി വന്നു, യാ ആയിഷ അഫലാ അകൂനു അബ്ദൻ ശകൂറാ. ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടയോ? നമ്മുടെ ജീവിതം മുഴുവനും തെറ്റിലങ്ങ് ലയിച്ച് ചിന്തയും കാഴ്ചയും കേൾവിയും അങ്ങനെ ഹറാമുമായി മുഴുകിയ നമ്മുടെ അവസ്ഥ എന്താണ് സഹോദരന്മാരെ? ഈ പരിശുദ്ധമായ റമദാൻ തീരുമ്പോഴേക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മാപ്പ് കിട്ടിയിട്ട് അള്ളാഹു നമ്മെ കബൂലാക്കണം. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു മഅ്ഫിറത്ത് തരട്ടെ, അള്ളാഹു അഫ്വ നൽകട്ടെ.